Hello friends, welcome to Nurses Loop. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആസിഡ് ബേസ് ഇംബാലൻസിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഓൾറെഡി ആസിഡ് ബേസ് ഇംബാലൻസ് ആൻഡ് ABG അനാലിസിസിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആണിത്. അത് ആദ്യം കണ്ടിട്ട് ഈ വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് പാർട്ട് വീഡിയോ ഞാൻ മുകളിലെ ഐക്കണിൽ കൊടുക്കാം. പിന്നെ ഈ വീഡിയോയെക്കുറിച്ച് ABG അനാലിസിസിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി റിമൈനിങ് ടോപ്പിക്സ്. ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം, മെറ്റാബോളിക് അസിഡോസിസ്. അതിന്റെ ലാബ് വാല്യൂസ് നോക്കാം. അസിഡോസിസിൽ എപ്പോഴും pH കുറവായിരിക്കും. പിന്നെ മെറ്റാബോളിക് ആയതുകൊണ്ട് HCO3 ആണ് ഇവിടെ വരുന്നത്. HCO3 കുറവായിരിക്കും. ഈ pHഉം HCO3 എപ്പോഴും സെയിം ഡയറക്ഷൻ ആയിരിക്കും പോകുന്നത്. മെറ്റാബോളിക്കിൽ pH കുറയുമ്പോൾ HCO3 കുറയും, pH കൂടുമ്പോൾ HCO3 കൂടും. പക്ഷേ റെസ്പിറേറ്ററിൽ വരുമ്പോൾ pHഉം CO2 ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും പോകുന്നത്. pH കൂടുമ്പോൾ CO2 ഇവിടെ കുറയാണ് ചെയ്യുന്നത് റെസ്പിറേറ്ററിയിൽ. ഓക്കെ, pH ഇവിടെ കുറയുന്നു, HCO3 കുറയുന്നു, പൊട്ടാസ്യം കൂടുന്നു. അസിഡോസിസ് ആകുമ്പോൾ പൊട്ടാസ്യം കൂടും. നെക്സ്റ്റ് കോസസ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ്. ഡയബറ്റിക് കീറ്റോഅസിഡോസിൽ ഫാറ്റ്സ് ബേൺ ആവും. ബേൺ ആയിട്ട് ഫാറ്റിന്റെ ബൈ പ്രോഡക്റ്റ് ആണ് കീറ്റോൺസ്. ഈ കീറ്റോൺസ് എന്ന് പറഞ്ഞാൽ അസിഡിക് നേച്ചർ ആണ്. അപ്പൊ കീറ്റോൺസ് അക്യുമുലേഷൻ ഉണ്ടാകുമ്പോഴത്തേനും ബോഡിയിൽ ആസിഡ് ലെവൽ കൂടും. അതാണ് മെറ്റാബോളിക് അസിഡോസിസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് റീന ഫെയിലർ. റീന ഫെയിലറിൽ പ്രോപ്പർ ആയിട്ടുള്ള യൂറിൻ ഔട്ട്പുട്ട് ഉണ്ടാകത്തില്ല. അതുമൂലം ഹൈഡ്രജൻ അയോൺസ് എക്സ്ക്രീറ്റ് ആവുന്നില്ല. അപ്പോൾ ഹൈഡ്രജൻ അയോൺസിന്റെ അക്യുമുലേഷൻ മൂലം മെറ്റാബോളിക് ആസിഡോസിസ് ഉണ്ടാകുന്നു. നെക്സ്റ്റ് കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസം ഡിസോർഡർ. കാർബോഹൈഡ്രേറ്റിന്റെ മെറ്റാബോളിസത്തിൽ പ്രോബ്ലം വരുമ്പോഴത്തേനും കീറ്റോൺസ്, ഫാറ്റി ആസിഡ്സ് ബേൺ ആയി കീറ്റോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. കീറ്റോൺസ് ഓൾറെഡി പറഞ്ഞ ആസിഡ് ആണ്. അതുപോലെ തന്നെ ലാക്റ്റിക് ആസിഡും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ലാക്റ്റിക് ആസിഡും മെറ്റാബോളിക് അസിഡോസിസിന് കാരണമാകുന്നു. നെക്സ്റ്റ് എക്സസീവ് ആസ്പിരിൻ. ആസ്പിരിൻ ഒരുപാട് എടുത്തു കഴിയുമ്പോഴത്തേന്, ആസ്പിരിൻ എന്ന് പറഞ്ഞാൽ സാലിസിലിക് ആസിഡ് ആണ്. അതൊരു ആസിഡ് കണ്ടന്റ് ആണ്. അപ്പം ഒരുപാട് ആസ്പിരിൻ എടുത്തു കഴിയുമ്പം അത് അസിഡോസിസിലേക്ക് ലീഡ് ചെയ്യും. നെക്സ്റ്റ് സിവിയർ ഡയേറിയ. ഡയേറിയ ഉണ്ടാകുമ്പോഴത്തേനും ഒരുപാട് ബൈകാർബണേറ്റ് പുറത്തേക്ക് പോകുന്നു, എക്സ്ക്രീറ്റ് ആയി പോകുന്നു. അത് ബൈകാർബണേറ്റിന്റെ അളവ് കുറയ്ക്കുന്നു, ലെവൽ കുറയ്ക്കുന്നു. അത് അസിഡോസിസിലേക്ക് ലീഡ് ചെയ്യുന്നു. നെക്സ്റ്റ് മാൽന്യൂട്രീഷൻ. ഈ മാൽന്യൂട്രീഷനിലും കീറ്റോൺ പ്രൊഡക്ഷൻ ആണ് ഉണ്ടാകുന്നത്. ഫാറ്റി ആസിഡ്സ് ബേൺ ആയി കീറ്റോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് ആസിഡ് ആയതുകൊണ്ട് മെറ്റാബോളിക് അസിഡോസിസ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെയാണ് ഫാറ്റ് ഇൻടേക്ക്. ഹൈ ഫാറ്റ് ഇൻടേക്ക് ചെയ്യുമ്പോഴത്തേനും സെയിം റീസൺ തന്നെ ഫാറ്റ് ഇൻടേക്ക് കൂടുമ്പോഴത്തേനും ഫാറ്റി ആസിഡ്സ് ബേൺ ആയി കീറ്റോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് മെറ്റാബോളിക് അസിഡോസിസ് ഉണ്ടാക്കുന്നു. ഓക്കെ, ഇത്രയാണ് കോസസ്. നെക്സ്റ്റ് എന്തൊക്കെയാണ് അസസ്മെന്റ് നോക്കാം. ഫസ്റ്റ് കുസുമോൾസ് റെസ്പിറേഷൻ. കുസുമോൾസ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഡീപ്പ് ആൻഡ് റാപ്പിഡ് റെസ്പിറേഷൻ പറയുന്ന പേരാണ് കുസുമോൾസ് റെസ്പിറേഷൻ. ഇത് ഡയബറ്റിക് കീറ്റോ അസിഡോസിസിലും കാണും, അതുപോലെ തന്നെ മെറ്റാബോളിക് അസിഡോസിസിലും കാണും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എക്സാംസിന് ചോദിക്കുക എന്താണ് കുസുമോൾസ് റെസ്പിറേഷൻ, അല്ലെങ്കിൽ പേഷ്യൻസിന് എന്തെങ്കിലും കണ്ടീഷൻ ഡയബറ്റിക് കീറ്റോ അസിഡോസോ മെറ്റാബോളിക് അസിഡോസിസോ ഒക്കെ തന്നിട്ട് പേഷ്യന്റ് ഡീപ്പ് ആൻഡ് റാപ്പിഡ് റെസ്പിറേഷൻ എടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഹെഡ് ഏക്ക്, നോസിയ, വോമിറ്റിംഗ്, ഡയറിയ. പിന്നെ ഫ്രൂട്ടി സ്മെല്ലിംഗ് ബ്രെത്ത്. അതായത് കീറ്റോൺസ് ബോഡിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രൂട്ടി സ്മെല്ല് ബ്രെത്ത് ആയിരിക്കും ഉണ്ടാകുന്നത്. അത് ഡയബറ്റിക് കീറ്റോഅസിഡോസിസിൽ ഇത് കാണും. നെക്സ്റ്റ് CNS ഡിപ്രഷൻ, സീഷർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹൈപ്പർ കലീമിയ, പൊട്ടാസ്യം കൂടുതലായിരിക്കും. ഓൾറെഡി അസിഡോസിസിൽ പൊട്ടാസ്യം കൂടുതലായിരിക്കും. ഇതൊക്കെയാണ് അസസ്മെന്റ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് മാനേജ്മെന്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് മോണിറ്റർ കോൺഷ്യസ്നെസ് ലെവൽ. അതായത് ഇവിടെ CNS ഡിപ്രഷൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പേഷ്യന്റ് കോൺഷ്യസ് ആണോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ മോണിറ്റർ ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട്. ഇൻടേക്ക് ഔട്ട്പുട്ട് ചെയ്യുക. ഡയറി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ഡീഹൈഡ്രേഷൻ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ യൂറിൻ ഔട്ട്പുട്ട് ഒക്കെ ചെക്ക് ചെയ്യുക. പിന്നെ IV ഫ്ലൂയിഡ്സ് കൊടുക്കുക. ഡീഹൈഡ്രേഷൻ ചാൻസ് കൂടുതലാണ്, അതുകൊണ്ട് IV ഫ്ലൂയിഡ്സ് കൊടുക്കുക. പിന്നെ സീഷർ പ്രിക്കോഷൻസ്. സീഷർ വരാനുള്ള ചാൻസ് ഉണ്ട്. സീഷർ പ്രിക്കോഷൻസ് പറഞ്ഞാൽ പേഷ്യന്റ് ഇപ്പം സീഷർ ഉണ്ടായെന്ന് വെച്ചാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസിൽ വേണം പേഷ്യന്റിനെ കിടത്താൻ. പിന്നെ ഹെഡ് നമ്മൾ എപ്പോഴും ഹെഡ് സപ്പോർട്ട് ചെയ്യുക, ഇഞ്ചുറി ഉണ്ടാകാതെ സൈഡ് ലൈൻ പൊസിഷനിങ് കൊടുക്കുക, ആസ്പിറേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ പേഷ്യന്റ് ഇപ്പൊ സീഷർ ഉള്ള പേഷ്യൻസ് അഡ്മിറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു സക്ഷൻ എക്യുപ്മെന്റ് പേഷ്യന്റ് റൂമിൽ വെക്കുക. പിന്നെ ഒരിക്കലും റെസ്ട്രെയിൻ ചെയ്യാൻ പാടില്ല. പേഷ്യൻസിന്റെ കൈയും കാലൊന്നും പിടിച്ചു വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ
വായിലേക്ക് ഒന്നും ടങ് ബൈറ്ററോ അങ്ങനത്തെ ഒരു സാധനങ്ങളും വായിലൊന്നും വെക്കാൻ പാടില്ല. അപ്പം അങ്ങനെ തന്നെ നമ്മൾ എന്താ കൂളായിട്ടുള്ള എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക, കൂൾ ആൻഡ് ക്വയറ്റ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് സീഷർ പ്രിക്കോഷനിൽ പാഡിങ് എന്ന് പറഞ്ഞാൽ ബെഡ് സൈഡിൽ ഇപ്പം സീഷർ പേഷ്യൻ്റ് അഡ്മിറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ പാഡിങ് എന്ന് പറയുന്നത്, അതായത് ബെഡിന്റെ സൈഡ് റെയിൽസിന്റെ അവിടെ പാഡിങ് വെക്കും. അപ്പോൾ അതോ സപ്പോസ് അവർക്ക് സീഷർ ഉണ്ടായാലും തലയൊന്നും ചെന്ന് ഇടിക്കാതിരിക്കാൻ വേണ്ടാണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് സൈഡ് റെയിൽസിൽ പാഡിങ് വെക്കുക എന്ന്. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സീഷർ പ്രിക്കോഷൻസ്. ലാസ്റ്റ് കണ്ടീഷനാണ് മെറ്റാബോളിക് ആൽക്കലോസിസ്. മെറ്റാബോളിക് ആൽക്കലോസിസിൽ ലാബ് വാല്യൂസ് നോക്കാം. ആൽക്കലോസിസ് ആകുമ്പോൾ pH കൂടും, പിന്നെ മെറ്റാബോളിക്കിൽ HCO3 കൂടുതലായിരിക്കും. pH കൂടുമ്പോൾ HCO3 കൂടുതലായിരിക്കും, രണ്ട് സെയിം ഡയറക്ഷനിലായിരിക്കും. അതുപോലെ ആൽക്കലോസിസിൽ പൊട്ടാസ്യം കുറവായിരിക്കും. നെക്സ്റ്റ് കോസസ് നോക്കാം. ഫസ്റ്റ് വൺ എക്സസീവ് സോഡിയം ബൈകാർബണേറ്റ് യൂസ്, അതായത് സോഡിയം ബൈകാർബണേറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേനും HCO3 ആണ് ബൈകാർബണേറ്റ്. സോഡിയം ബൈകാർബണേറ്റ് എക്സസീവായി യൂസ് ചെയ്യുമ്പോഴത്തേനും അത് ബോഡിയിൽ ബൈകാർബണേറ്റിന്റെ അളവ് കൂട്ടും, അത് മെറ്റാബോളിക് ആൽക്കലോസിസിലേക്ക് ലീഡ് ചെയ്യും. നെക്സ്റ്റ് വോമിറ്റിംഗ് ഓർ സക്ഷൻ അല്ലെങ്കിൽ വോമിറ്റ് ചെയ്യുന്ന സമയത്ത് ആസിഡ് HCl ആസിഡ് ആണ് ഒരുപാട് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അത് ആസിഡിന്റെ അളവ് കുറയ്ക്കാൻ കാരണമാകുന്നു, അവ HCO3 കൂട്ടുന്നു. മെറ്റാബോളിക് അസിഡോസിസിൽ ഡയറിയ വരുമ്പോഴാണ് മെറ്റാബോളിക് അസിഡോസിസ് ഉണ്ടാവുന്നത്. എന്നാൽ വോമിറ്റിങ്ങും എൻജിസക്ഷനും വരുമ്പം ആസിഡാണ് പുറത്തു പോകുന്നത്, അതുകൊണ്ട് മെറ്റാബോളിക് ആൽക്കലോസിസ് ഉണ്ടാവുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. വോമിറ്റിങ് അല്ലെങ്കിൽ എൻജിസക്ഷൻ വരുമ്പോൾ ആസിഡ് പുറത്തു പോകുന്നു, അപ്പം ബോഡിയിൽ ആസിഡ് കുറയുന്നു, ആൽക്കലൈ കൂടുന്നു. പിന്നെ ഡയോട്ടിക്സ് യൂറിൻ ഔട്ട്പുട്ട് കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഡിസിൻ ആണ്. അത് യൂസ് ചെയ്യുമ്പോഴത്തേനും ഹൈഡ്രജൻ അയോൺസ് ഒരുപാട് ലോസ് ആവുന്നു. നെക്സ്റ്റ് ഹൈപ്പർ ആൾഡോസ്റ്റെറോണിസ്, അല്ലെങ്കിൽ കോൺസ് ഡിസീസ് എന്ന് പറയും. ആൾഡോസ്റ്റെറോൺ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യും, അത് യൂറിൻ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യിപ്പിക്കും, അതുപോലെ തന്നെ ഹൈഡ്രജൻ അയോൺസിനെ ബോഡിയിൽ കുറയ്ക്കും. നെക്സ്റ്റ് മാസീവ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ യൂസ് ചെയ്യുമ്പം എന്താ സംഭവിക്കുക വെച്ചാൽ, ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ബാഗിൽ പ്രിസർവേറ്റീവ് ആയിട്ട് സിട്രേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ സിട്രേറ്റ് ബൈകാർബണേറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ ബൈകാർബണേറ്റ് ആയിട്ട് ലിവർ വഴി മെറ്റാബോളിസം നടക്കുമ്പോൾ ബൈകാർബണേറ്റ് ആയി മാറുന്നു, അപ്പം ബോഡിയിൽ HCO3ന്റെ അളവ് കൂടും. അതുപോലെ തന്നെ ഈ സിട്രേറ്റ് ഒരുപാട് ഉണ്ടെങ്കിൽ അത് കാൽഷ്യം ബൈൻഡിങ് കൂട്ടും, അപ്പം ബ്ലഡിലെ കാൽഷ്യത്തെ മോർ ബൈൻഡ് ചെയ്യും, അപ്പം ബ്ലഡിൽ കാൽഷ്യത്തിന്റെ അളവ് കുറയും, അത് ഹൈപ്പോ കാൽഷ്യമി ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് എന്തൊക്കെയാണ് അസസ്മെന്റ് നോക്കാം. ഫസ്റ്റ് ഹൈപ്പോ കലീമിയ ആൽക്കലോസിസ് വരുമ്പോൾ പൊട്ടാസ്യം കുറയും, ഹൈപ്പോ കാൽഷ്യമിയ ബൈൻഡിങ് കൂട്ടും, പിന്നെ ബ്രെഡീപ്നിയ ഡിക്രീസ്ഡ് റെസ്പിറേറ്ററി റേറ്റ്, അതുപോലെ നോസിയ, വോമിറ്റിംഗ്, ഡയറിയ, നംനെസ് ആൻഡ് ടിംഗ്ലിംഗ്. നെക്സ്റ്റ് മാനേജ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് മോണിറ്റർ പൊട്ടാസ്യം ആൻഡ് കാൽഷ്യം. ഇവിടെ ഹൈപ്പോകലീമിയ ഹൈപ്പോ കാൽഷ്യമി ഉണ്ട്, അപ്പം മോണിറ്റർ ചെയ്യുക. IV ഫ്ലൂയിഡ്സ് കൊടുക്കുക. പിന്നെ കാൽസ്യം കാർബണേറ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുക. എന്തിനാ, കാൽസ്യം കുറവായിരിക്കും, അതുകൊണ്ട് കാൽസ്യം കാർബണേറ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുക. പിന്നെ പൊട്ടാസ്യം റീപ്ലേസ്മെന്റ് ചെയ്യുക, പൊട്ടാസ്യം കുറവാണെങ്കിൽ പൊട്ടാസ്യം റീപ്ലേസ്മെന്റ് ചെയ്യുക. ഇത്രയൊക്കെയാണ് മാനേജ്മെന്റ്സ്. അതൊക്കെയാണ് മെറ്റാബോളിക് അസിഡോസിസും ആൽക്കലോസിസും. പിന്നെ നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ABG അനാലിസിസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ കാണുന്ന ഗ്രാഫ് ഓൾറെഡി ABG അനാലിസിസിന്റെ വീഡിയോയിൽ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ വീഡിയോ നിങ്ങൾ കാണുക, കണ്ട് ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാലാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ pH 7.32, CO2 50 ആൻഡ് HCO3 24 ആണ്. ഓക്കെ, pH 7.32 ആണ് പറഞ്ഞേക്കുന്നത്. 7.32 എന്ന് പറഞ്ഞാൽ 7.35 താഴെയാണ്, അപ്പോൾ ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ pH എന്ന് പറഞ്ഞാൽ അസിഡിക് ആയിരിക്കും. പിന്നെ CO2 50 ആണ്. CO2 50 ഇതാണ് CO2 50 എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും വരുന്നത്, അപ്പോൾ അത് അസിഡിക് നേച്ചറാണ്. നെക്സ്റ്റ് HCO3 24 ആണ് വരുന്നത്. HCO3 ഇതാണ്. 24 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്കാണ് 22 to 27 ആണ് നോർമൽ, ഇവിടെയാണ് HCO3 വരുന്നത്. അപ്പോൾ HCO3 നോർമൽ ആണ്. അപ്പം നമുക്ക് ഇത് മെറ്റാബോളിക് അസിഡോസിസ് ആണ്, ആൽക്കലോസിസ് ആണ്, അത് റെസ്പിറേറ്ററി
അസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഈ പി എച്ച് ആണ് അസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പി എച്ച് എന്ന് പറഞ്ഞാൽ 7.32 ആണ് ഇവിടെ വരുന്നത്. പി എച്ച് അസിഡിക്കാണ് വരുന്നത്. അപ്പം ഇവിടെ അസിഡോസിസ് ആയിരിക്കും. ഇനി റെസ്പിറേറ്ററി ആണോ മെറ്റാബോളിസം ആണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ CO2 50 അത് അസിഡിക് ആണ്. പി എച്ച് അസിഡിക് ആണെങ്കിൽ ഇതിൽ രണ്ടിൽ ഏതാ അസിഡിക് എന്ന് നോക്കുക. CO2ലും HCO3ലും ഏതാ അസിഡിക് നോക്കുക. പി എച്ച് ആൽക്കലി ആണെങ്കിൽ ഇതിൽ ഏതാണ് ആൽക്കലി നോക്കുക. അതായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇവിടെ CO2 നോക്കിയപ്പോഴത്തേന് 50 ആണ്, അത് അസിഡിക് ആണ്. ഈ CO2 എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ആണ്. HCO3 ആണെങ്കിൽ മെറ്റാബോളിക് ആയേനെ. ഇവിടെ പക്ഷേ ഇത് HCO3 നോർമൽ ആണ്, CO2 അസിഡിക് ആണ്. അപ്പം ഇത് വരുന്നത് റെസ്പിറേറ്ററി അസിഡോസിസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ആൻസർ ശരിയാണോ നോക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ pH 7.5, CO2 30 ആൻഡ് HCO3 22 ആണ്. ഓക്കെ, pH 7.5 എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അത് ആൽക്കലി ആണ്. ഇനി CO2 എന്ന് പറഞ്ഞാൽ 30 ആണ് വരുന്നത്. 30 ഇവിടെയാണ് വരുന്നത് 30. അപ്പം CO2 ആൽക്കലി ആണ് വരുന്നത്. ഇനി HCO3 22 ആണ് വരുന്നത്. 22 കറക്റ്റ് ഇവിടെ തന്നെയാണ് നോർമൽ എന്ന് പറയാം. എന്നാലും നോക്കുകയാണെങ്കിലും നോർമൽ ആണ്, പക്ഷേ ആസിഡിന്റെ കുറച്ച് ബോർഡർ ലൈൻ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആസിഡ് ആണോ ആൽക്കലി ആണോ നോക്കാം. pH ഇവിടെ pH ആൽക്കലി ആണ്. അപ്പൊ ഇത് ആൽക്കലോസിസ് ആയിരിക്കും. പിന്നെ വരുന്നത് pH ആൽക്കലി ആണെങ്കിൽ ഇവിടെ ഏതാണ് ആൽക്കലി വരുന്നത്? ഇവിടെ CO2 ആണ് ആൽക്കലി വരുന്നത്. CO2 എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ആണ്. അപ്പം നമ്മുടെ ആൻസർ റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ pH 7.28, CO2 38, CO3 17. pH 7.28 എന്ന് പറയുന്നത് ഇതിലും താഴെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് pH ആസിഡ് ആണ് കിട്ടി. ഇനി CO2 38 ആണ്. 38 എന്ന് പറയുന്നത് രണ്ടിൻ്റെ ഇടയ്ക്കല്ലേ, 35നും 45നും ഇടയ്ക്കാണ്. അപ്പോൾ അത് CO2 നോർമൽ ആണ്. ഇനി HCO3 നോക്കുക. HCO3 17 ആണ്, അത് 22ന് താഴെയാണ്. അപ്പം HCO3 വന്നത് നമുക്ക് ആസിഡ് ആയിട്ട് കിട്ടി. അപ്പം എന്തായിരിക്കും? pH ആസിഡ് ആണ്. അപ്പം അസിഡോസിസ് ആണ്. ഇനി റെസ്പിറേറ്ററി ആണ് മെറ്റാബോളിക് ആണോ നോക്കാൻ വേണ്ടി pHന്റെ ആസിഡുമായിട്ട് ഇവിടെ ഉള്ളത് HCO3 ആണ്. HCO3 ഇവിടെ ആസിഡ് ആണ്. അപ്പം HCO3 എന്ന് പറയുന്നത് മെറ്റാബോളിക് ആണ്. അപ്പം നമുക്ക് ആൻസർ കിട്ടിയത് മെറ്റാബോളിക് അസിഡോസിസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ pH 7.48, CO2 40, HCO3 30 ആണ്. 7.48 എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് pH ആൽക്കലൈൻ ആയിരിക്കും. പിന്നെ CO2 40 ആണ് വരുന്നത്. CO2 ഇവിടെ 40 വരുമ്പോഴത്തേനും എത്രയാണ്? ഇവിടെ ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയ്ക്കല്ലേ വരുന്നത്. അപ്പോൾ ഇത് നോർമൽ ആണ്. അതുപോലെ തന്നെ HCO3 ഇവിടെ 30 ആണ് വരുന്നത്. അപ്പോൾ 30 എവിടെ വരുന്നത്? HCO3 30 ഇവിടെയാണ് വരുന്നത്. അപ്പം HCO3 ആൽക്കലി ആയിരിക്കും അവിടെ. അപ്പം pH ആൽക്കലി ആണ്, അതുപോലെ തന്നെ HCO3 ആൽക്കലി ആണ്. HCO3 വരുമ്പം മെറ്റാബോളിക് ആണ് വരുന്നത്. പിന്നെ pH ആൽക്കലൈൻ ആയതുകൊണ്ട് മെറ്റാബോളിക് ആൽക്കലോസിസ് ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ pH 7.36 ആണ്. CO2 48, HCO3 28. ഇപ്പം നമുക്ക് നോക്കാം. pH 7.36, 7.35 വരെയാണ് നോർമല്. പക്ഷെ ഇവിടെ 36 ആണ്, ഏകദേശം ബോർഡർ ലൈൻ ആണിത്. എന്നാലും നമുക്കിവിടെ അസിഡിക് എടുക്കാം. ഓക്കെ, CO2 48, CO2 വരുന്നത് ഇവിടെയാണ് 48 അസിഡിക്. HCO3 28 ആണ്, 28 ഇവിടെയാണ് വരുന്നത്, അത് ആൽക്കലൈൻ ആണ്. ഓക്കെ, നോക്കി ഇവിടെ pH ജസ്റ്റ് സ്ലൈറ്റ്ലി ഡിഫറൻസേ ഉള്ളൂ, പക്ഷെ അസിഡിക് ആണ്. അപ്പം നമുക്ക് pH അസിഡിക്, അതുപോലെ തന്നെ CO2 അസിഡിക് ആണ്. അപ്പം റെസ്പിറേറ്ററി അസിഡോസിസ് ആണ് ഇത് വരുന്നത്.
അസിഡോസിസ്. പിന്നെ കോമ്പൻസേറ്റഡ് ആണോ അൺകോമ്പൻസേറ്റഡ് ആണോ നോക്കാം. കോമ്പൻസേറ്റഡ് ആണെങ്കിൽ പി എച്ച് ഏകദേശം നോർമലിന് അടുത്തായിരിക്കും ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ പി എച്ച് നോർമലും CO2 HCO3 അബ്നോർമൽ ആയിരിക്കും കോമ്പൻസേറ്റഡിൽ. അൺകോമ്പൻസേറ്റഡ് ആണെങ്കിൽ പി എച്ച് 7.2-നേക്കാളും കുറവും 7.5-ലും കൂടുതലായിരിക്കും അൺകോമ്പൻസേറ്റഡ് വരുന്നത്. ഇവിടെ നോക്കാം പി എച്ച് 7.36 ആണ്, അതായത് ഏകദേശം ബോർഡർ ലൈനിൽ തന്നെയാണ്. അപ്പം ഇത് കോമ്പൻസേറ്റഡ് ആണ്. കോമ്പൻസേറ്റഡ് റെസ്പിറേറ്ററി അസിഡോസിസ് ആണ്. ഇപ്പൊ സപ്പോസ് പി എച്ച് ഒരു 7.24 ആണ് വരുന്നതെന്ന് വിചാരിക്കുക. അപ്പം ഇവിടെ അസിഡിക് ആയിരിക്കും. അതപ്പം വരുന്നത് അൺകോമ്പൻസേറ്റഡ് റെസ്പിറേറ്ററി അസിഡോസിസ് ആയിട്ടായിരിക്കും. എത്രയാണ് ആസിഡ് ബേസ് ഇംബാലൻസും പിന്നെ ക്വസ്റ്റ്യൻസും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനും ടിപ്സിനും വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.